നോറയുടെ സാരോപദേശങ്ങളൊന്നും തന്നെ ജാസ്മിന് മനസ്സിലായിട്ടില്ല. അല്ല, ആർക്കാണ് മനസ്സിലാവാൻ? നോറയ്ക്ക് കറക്റ്റ് പോയിന്റ് കാര്യം പറയാൻ അറിയത്തില്ല. നോറ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പിടിച്ച് ചിലപ്പോൾ നോറ കാണിക്കുന്നതൊക്കെ അബദ്ധങ്ങളായി പോകുന്നതാകാം, മണ്ടത്തരങ്ങൾ സംഭവിച്ചു പോകുന്നതാകാം. മനസ്സിൽ ചിലപ്പോൾ ഒന്നും വെച്ചിട്ടൊന്നും ആയിരിക്കില്ല, ഈവൻ സിജോയുടെ അടുത്തൊക്കെ പോലും. പക്ഷെ നോറ പറയുന്നത് ആർക്കും മനസ്സിലാവത്തില്ല. അതാണ് നോറയുടെ പ്രശ്നം. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. അവർ പറഞ്ഞ് മറ്റുള്ളവർക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇന്ന് നോറയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നോറ നോമിനേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നിലവിൽ അവിടെ ഉള്ളതിൽ കുറച്ച് വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നോറ. കാരണം നോറയേക്കാൾ അവിടെ സ്മാർട്ടായിട്ട് ഗെയിം കളിക്കുന്ന പലരുണ്ട്. നോറ, നമ്മുടെ ശ്രീതുവിന് ക്യൂട്ട്നെസ് മാത്രമേ ഉള്ളൂ, ഗെയിമൊന്നുമില്ല. ബട്ട് അതിനെയും ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്കൊക്കെ. ഓക്കെ, എന്തായാലും ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഡിസർവിങ് അല്ല, ടോപ്പ് 5-ലേക്കൊന്നും ഡിസർവിങ് അല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നടക്കമൊക്കെ വോട്ടുകൾ വരുന്നുണ്ട്, അവരവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ശ്രീധുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് പോട്ടെ. അപ്പോൾ നോറയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ജാസ്മിനോട് നോറ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. മാത്രമല്ല ജാസ്മിനോട് ഇനിയൊരു വഴക്ക് വേണ്ട എന്നുള്ള തരത്തിൽ നോറ പെരുമാറാൻ തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായി. പക്ഷേ നോറയെ അടുപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നോറയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് തന്നെയാണ് ജാസ്മിൻ്റെ തീരുമാനമെന്ന് തോന്നുന്നു. അതിൽ ജാസ്മിനെ തെറ്റ് പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നോറയെ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.